കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കലിൽ നിന്നും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖേനയും മരുന്നുകൾ വാങ്ങി ഇന്ന് വിതരണം ചെയ്ത് വരികയാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്. അതുപോലെ പേവിഷ നിയന്ത്രണം 2019 20ാമത് കന്നുകാലി സെൻസസ് കണക്ക് പ്രകാരമുള്ള സംസ്ഥാനത്ത് 2.8 ലക്ഷം തെരുവ് നായ്ക്കളും 8.39 ലക്ഷം വളർത്തുനായ്ക്കളും നമുക്കുണ്ട്. വളർത്തുനായ്ക്കളിൽ വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും വകുപ്പിന്റെ മൃഗാശുപത്രികൾ കേന്ദ്രീകരിച്ചുമാണ് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ മാസ് ഡോഗ് വാക്സിനേഷൻ പദ്ധതി വഴി 2022-23 കാലഘട്ടത്തിൽ ഏകദേശം 20,052 തെരുവ് നായ്ക്കളിലും 3,88,900 വളർത്തുനായ്ക്കളിലും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഫാമുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആടുവളർത്തൽ കേന്ദ്രം പാറശാല സർക്കാർ ആടുവളർത്തൽ കേന്ദ്രത്തെ 60% CSS നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഉൾപ്പെടുത്തി ഫാമിന്റെ മികവിനെ കേന്ദ്രമാക്കി ഉയർത്തുവാൻ 3.20 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം ഏകദേശം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വകുപ്പിന്റെ 150 ലക്ഷം രൂപയും വിനിയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട MLA പറഞ്ഞതുപോലെ അത് എത്രയും പെട്ടെന്ന് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ പോവുകയാണ്. കാസർഗോഡ് ജില്ലയിലെ ബേഡെടുക്ക ഹൈടെക് ആർട്ട് ഫോം എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ശാസ്ത്രീയമായ ആടുവളർത്തൽ കേന്ദ്രം കാസർഗോഡ് ജില്ലയിൽ തുടങ്ങുന്നതിന് സർക്കാരിൽ നിന്നും ഇപ്പോൾ ഭരണാനുമതി കിട്ടിയിട്ടുണ്ട്. കാസർഗോഡ് ഡെവലപ്മെന്റ് പാക്കേജിൽ നിന്നും 153.89 ലക്ഷം രൂപ വിനിയോഗിച്ച് വകുപ്പിന്റെ 150 ലക്ഷം രൂപയും വിനിയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അന്തിമ ഘട്ടത്തിലാണ്. അതുപോലെ മേഖലാ കോഴി വളർത്തൽ കേന്ദ്രം മുണ്ടയാട് 85 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു എരുനില പൗൾട്രി ഷെഡ് സ്ഥാപിച്ചു. 68 ലക്ഷം രൂപ ചെലവഴിച്ച് 4 പൗൾട്രി ഷെഡുകൾ സ്ഥാപിച്ചു. 1.8 കോടി രൂപ ചെലവഴിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കന്നുകാലികളുടെ ഇൻഷുറൻസ് ഇത് നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. നമുക്കറിയാം, കേരളത്തിൽ പലപ്പോഴും കന്നുകാലികൾക്ക് ഇൻഷുറൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ മരണപ്പെടുമ്പോൾ മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റാത്ത ഒരു അസൗകര്യം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ 8 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു. ഇൻഷുറൻസിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ NLM ഇൻഷുറൻസ് പദ്ധതിയിൽ കൂടുതൽ കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കുവാനുള്ള നടപടികളും ഇപ്പം ഞങ്ങൾ സ്വീകരിച്ചു വരികയാണ്. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ നടപ്പ് സാമ്പത്തിക വർഷം കന്നുകാലികളുടെ ഇൻഷുറൻസ് പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കുന്നത്. കർഷകർക്ക് നഷ്ടപരിഹാരം കർഷകർക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നൽകുന്ന നഷ്ടപരിഹാര തുകയുടെ നിരക്ക് വർദ്ധിപ്പിച്ച് പരിഷ്കരിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, കറവയുള്ള പശുക്കൾ ഞങ്ങൾ 16,400 രൂപയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ 37,500 രൂപ വെച്ച് കൊടുത്തു. എരുമയ്ക്ക് 32,000 ആയിരുന്നു, മുമ്പ് 15,000 ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതും വർദ്ധിപ്പിച്ചാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതുപോലെ ആടുകളുടെ നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ നിലവിൽ യഥാക്രമം 16,400 15,000 രൂപ വീതമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ആട് ഒന്നിന് 1,650 രൂപയിൽ നിന്നും 4,000 രൂപയായി നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പന്നി വളർത്തൽ കർഷകർക്ക് ആശ്വാസമായി പന്നി ഒന്നിന് 4,000 രൂപ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാരമായി ധനസഹായമായി നൽകുന്നതാണ്. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് നൽകിയിട്ടുള്ള നഷ്ടപരിഹാര തുകയുടെ വിവരങ്ങളാണ്. ആഫ്രിക്കൻ പന്നിപ്പനി മൂലം കർഷകർക്ക് നഷ്ടപരിഹാരം നൽകി ഇനത്തിൽ 1.8 കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലുമായിട്ട് പടർന്നു പിടിച്ച ഒരു പക്ഷിപ്പനി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വന്നിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ആലപ്പുഴ ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയിലെയും ഒക്കെ മുഴുവൻ പണവും നമുക്ക് കൊടുത്തു തീർക്കാൻ സാധിച്ചു. പക്ഷിപ്പനി കാരണം നഷ്ടം സംഭവിച്ച ഇല്ല 10 മിനിറ്റ് ഒരു വകുപ്പ് മാത്രമേ ആയുള്ളൂ. അതുകൊണ്ട് പക്ഷിപ്പനി കാരണം നഷ്ടം സംഭവിച്ച കർഷകർക്ക് 3.64 കോടി രൂപ നഷ്ടപരിഹാരമായി ഞങ്ങളിപ്പം നൽകിയിട്ടുണ്ട്. ക്ഷീരവികസന മേഖലകളിൽ നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഇത്തവണ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്ഷീരവികസന വകുപ്പിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം